അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ DMK സോബോ. അപ്പോൾ നമ്മളൊന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഗെയിം പ്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഓരോ ഗെയിം കളിക്കാൻ. അപ്പോൾ നമ്മൾ ഒന്നൊന്നായിട്ട് ഇടുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഗെയിമാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. ഏകദേശം ഇന്ത്യൻ ബൈക്ക് പോലത്തെ സംഭവമാണ്, GT5 പോലത്തെ ഗ്രാഫിക്സും കൊടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ്. സംഭവം വന്നിരിക്കുന്നത് ഇന്ത്യക്കാരെ ഗെയിമാണ്, പക്ഷേ ഇതിൽ ഭാഷ കൊടുത്തിരിക്കുന്നത് ഹിന്ദിയാണ് ഗൈസ്. കണ്ടാ നമുക്ക് ആരാണെങ്കിലും പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യാം ഗൈസ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലത്തെ വണ്ടികളൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൽ സീനാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഹീറോ. ഓഫ് ഏതാണ് ലുക്ക് ചെയ്യുന്നുണ്ട്. അതേ എടുക്കുന്നു വണ്ടി. റോയൽ എൻഫീൽഡൊക്കെ ഉണ്ട് ഗൈസ്. കറക്റ്റ് അതേ സൗണ്ട്, നിർത്തിയിടുമ്പോഴും അതേ സൗണ്ട് തന്നെ. സീനിലെ ഡോബർമാനൊക്കെ എടുക്കുന്നു. ആകെ സീനാണ്. ഡോബർമാൻ കടിക്കാൻ നോക്കാം നമുക്ക്. അയ്യോ ഡോബർമാൻ സീനാണല്ലോ. ഓ പട്ടീനെ നീപ്പിക്കലൊക്കെ നമുക്ക് ചെയ്യാം ഗൈസ്. നമ്മുടെ കൺട്രോളിലാണ് പട്ടി. പട്ടീനൊന്നും ചെയ്യാൻ പറ്റില്ല. തോക്കൊക്കെ എടുത്ത് വെറുതെ വീഡിയോ നോക്കാം. പട്ടി സീനാണ്, ചാവില്ല. നമുക്ക് നേരെ റോയൽ എൻഫീൽഡ് എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. ബുള്ളറ്റൊക്കെ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും. ഒരു രക്ഷയില്ല. കിണ്ണകാച്ചി ഗെയിം. ഈ മച്ചാനൊക്കെ ഹിന്ദിയായിട്ട് സംസാരിക്കുക. അയ്യോ വണ്ടി വീലടിച്ചു. അപ്പൊ ഗായ്സ് ആകെ സീനാണ്. ചക്കാനൊക്കെ കൂടാണ്, വെറുതെ വിടുന്നതാണ്. അപ്പോൾ ഇതില് ഇന്ത്യൻ ബൈക്ക് പോലത്തെ ഗ്രാഫിക്സ് ഒക്കെയാണ് ഗൈസ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കണമൊക്കെ. നമ്മൾ നോക്കിയിട്ട് വേറെ വല്ല ഗ്രാഫിക്സ് ഒന്നും കാണാനില്ല. സീന അവിടെ തന്നെ നിർത്തിയിരുന്നു ഗൈസ്. ഇന്ത്യയിലത്തെ വണ്ടിയൊക്കെ കൃത്യം ഇന്ത്യക്കാരനൊക്കെ ഗെയിം ഇങ്ങനെയാണോ? സീനാണ്. വണ്ടി നിർത്താനൊന്നും പറ്റില്ല. നമുക്ക് ആൾക്കാരെ വണ്ടി പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. വണ്ടി ആൾക്കാരൊക്കെ വലിച്ച് പുറത്തിട്ട് നമുക്ക് ആ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോട്ടാ. ഓ അമ്മ അതിൽ ഗ്രാഫിക്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സീന് ഗെയിം. ഇന്ത്യൻ ബൈക്കിലൊക്കെ അവനെടുത്ത് വലിച്ചിടാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ ബൈക്കിനായിട്ട് നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് ഗൈസ്. ഇന്ത്യൻ ബൈക്ക് പോലത്തെ ഗെയിമാണ് ഗൈസ്. കുറെ ഇങ്ങനത്തെ കാറാട്ടോ. ആരൊക്കെ ഉണ്ടല്ലോ അതാരത്? ഏതൊരു ജിം അമൗണ്ട് ഇടാ. അച്ഛനാ? ആരച്ഛൻ? ഞാൻ നിന്റെ അച്ഛനൊന്നല്ല. വളർന്നു പേട്ട ചക്കനാ ഗൈസ്. നമ്മുടെ മലയാളികളല്ലാട്ടോ ഇത്, ഹിന്ദിക്കാരാണ്. ഞാൻ ചത്ത് അവൻ ചത്തു. അവൻ്റെ പണി കഴിഞ്ഞു. എവിടെ വണ്ടിയുടെ പോലീസ് തന്നെ തോന്നുന്നു. പോലീസ് അവിടെ എത്തി. ഇങ്ങോട്ടോ തരാ ഞാൻ ആൾക്കാര്. ഓ ഇന്ത്യൻ ഫുള്ള് ഹിന്ദി പറഞ്ഞിട്ടാണ് ഇടി. ഇവട്ടേക്ക് എടുത്താലൊക്കെ അടിച്ചിട്ട് കാര്യമില്ല. അവനോട് അടിച്ചോ കൊടുക്കാണ്ടാക്കില്ലേ ആണാക്കിലടിച്ചോ. മതി. ഓ സീന്. സീനാണ്. ഏതൊരു ഹിന്ദി നടനെ വെച്ചുണ്ടാക്കിയതാണ്. നമ്മൾ പോലീസ് ജീപ്പെടുത്ത് അവൻ്റെ തലയുടെ മേലെ കൂടെ വണ്ടി കയറ്റിയാണ്. സീനാണ്. നമ്മളങ്ങനെ വണ്ടി എടുത്ത് പോവാണ്. സൈറനെ ഓഫ് ചെയ്യാനൊക്കെ പറ്റില്ല. സീനാണ്. ഇത് മറ്റേ ഇന്ത്യൻ ബൈക്കിൽ കാണുന്ന ജുറാസിക് പാർക്ക്, ഇന്ത്യൻ ബൈക്കിൽ കാണുന്നത്
ഇതിലാകെ ഒരു പ്രശ്നമുള്ള ഗൈസ്, ചീറ്റ് കോഡൊന്നും അടിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയതാണ്. ചീറ്റ് കോഡ് എത്ര അടിച്ചിട്ടും ഒന്നും വരുന്നില്ല ഗൈസ്. കോളിംഗ് നിന്ന് വെറുതെ കാട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്, പല പല കോഡുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് വർക്കാവില്ല. ഇതാണ് അവസ്ഥ. വെറുതെ കൊടുത്തേക്കാണ് ചീറ്റ് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ പേര് നമ്മുടെ ഇന്ത്യൻ ബൈക്കാണ്. പക്ഷേ ഇന്ത്യൻ ബൈക്കിൽ വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ല. സൈക്കിളൊന്നും ഇന്ത്യൻ ബൈക്കിൽ കാണില്ല. ഓ, സൈക്കിൾ ഓടിക്കണമൊക്കെ അവൻ. സൈക്കിളൊക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നൊന്നുമില്ല കേട്ടോ. ഓ, ഓട്ടോറിക്ഷ ഇന്ത്യൻ ബൈക്കിൽ ഇല്ലാത്ത പല സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഒരു ഓട്ടം പിടിക്കാൻ പറ്റുന്നൊക്കെ ഈ ഓട്ടോറിക്ഷ ചെരിഞ്ഞു. നമുക്ക് ഓട്ടോറിക്ഷ എടുക്കാൻ പറ്റുന്ന അയ്യോ ഓട്ടോറിക്ഷ എടുത്താൽ ശരിയായില്ലേ. ആ ഓട്ടോറിക്ഷ പിടിച്ചു വാങ്ങാട്ടോ. ഓട്ടോക്കാരനെ സീനുണ്ടോ, ഗെയിം സീനാ. ഓട്ടോറിക്ഷ എടുത്ത് നമുക്ക് ഓടിക്കാം. ഓ, സീന് ഫുള്ള് ബംഗാളികളാ, ഫുള്ള് ബംഗാളികളാ. നമ്മുടെ കേരള അല്ല, സീനാണ്. ഓ, ഇത്ര സംഭവങ്ങൾ നമ്മുടെ ഈ ഗെയിമിലുണ്ട് ഗായ്സ്. നമ്മൾ അടുത്ത വീഡിയോയിൽ വെച്ച് കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതുവരെ ടാറ്റാ ബൈ ബൈ.